വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർ ചോദിച്ചു വാങ്ങി കഴിക്കുന്ന കറിയാണ് കേട്ടോ. ഇനി റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് 1 ഇഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തതാണ്. ഇതൊന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കണം. വെണ്ടയ്ക്ക നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു ഉള്ളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ തേങ്ങ നന്നായി വറുത്തെടുക്കണം. ഇനി നന്നായി വറുത്തായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കായപ്പൊടി ചേർക്കാം. തേങ്ങ തണുത്തതിനെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി വേറെ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാൻ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി തിളച്ച ശേഷം തീ ഓഫ് ചെയ്യാം. ഈ വെണ്ടയ്ക്കത്തേക്ക് അടിപൊളിയാട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.